الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون والذي نزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من سلسلة دروس اللغة العربية من سلسلة فهم القرآن على أيسر الطريق. ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എപ്പോഴും കേൾക്കുന്നുണ്ട്. ഓക്കെ, കേൾക്കാത്തവർക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കും. അവരുടെ കുഴപ്പമാണെന്ന്. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും നാൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോഴും ടെക്നിക്കൽ പ്രോബ്ലം വരാൻ പാടില്ല കേട്ടോ. ഇവിടെ നിന്ന് എല്ലാം ഓക്കെയാണ്. ശരി, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഒരു ഘട്ടം കൂടി ഖുർആൻ പഠനത്തിന് എളുപ്പ വഴിയിലെ കടന്നുപോയി ഇരിക്കുകയാണ്. ഒരു പടി കൂടി നാം മുന്നോട്ട് കടന്നു. ഡയമണ്ട് പരീക്ഷ എഴുതി ആൻസർ ഷീറ്റൊക്കെ ഇവിടെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. എത്തുന്ന ആൻസർ ഷീറ്റൊക്കെ ഇവാലുവേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മാഷാ അല്ലാഹ്, അള്ളാഹു അതിയായ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. നമുക്ക് നമ്മുടെ മനസ്സിന് വികാസം നൽകുകയും ബുദ്ധിശക്തി നൽകുകയും ഗ്രാഹ്യശക്തി നൽകുകയും അഗാധമായ വിജ്ഞാനം നൽകുകയും ചെയ്യട്ടെ. അഗാധമായ വിജ്ഞാനമുള്ളവർ മാത്രമേ അള്ളാഹയെ പേടിക്കുകയുള്ളൂ എന്നാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാ എന്ന് പറഞ്ഞാൽ ആഴത്തിൽ അറിവുള്ളവർ, ഉപരിപ്ലവമായ അറിവല്ല. ആഴത്തിൽ അറിവുള്ളവർ മാത്രമേ അള്ളാഹയെ പേടിക്കുകയുള്ളൂ. അതുകൊണ്ട് ആഴത്തിലെ അറിവാണ് നമുക്ക് വേണ്ടത്, ഉപരിപ്ലവമായ ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ അറിവല്ല. മറിച്ച് ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അള്ളാഹ് എന്താണോ പറഞ്ഞത് അതിന്റെ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഗ്രാഹ്യം, അതാണ് വേണ്ടത്. പരിഭാഷകർക്ക് അത് തന്നെ, അലീമിന്റെ അല്ല, ആലിമിന്റെ ജമ്മാണ് ഉലമാ. അപ്പോ ഓരോ ഭാഷാപരമായ പഠനം നടത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ അള്ളാഹ് എന്താണ് ഉദ്ദേശിക്കുന്നതിൻ്റെ ഫോക്കസ് അല്ല അതിൻ്റെ ഊന്നലുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിഭാഷകർക്ക് പരിഭാഷപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന പരിമിതി, ഭാഷയുടെ പരിമിതി അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെ പരിമിതി, കാലഘട്ടത്തിൻ്റെ പരിമിതിയൊക്കെ ഉണ്ടാകും. അതൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിനോട് ശുക്രിന് സുജൂദ് ചെയ്യുക. ഇതുവരെ നമ്മളെ എത്തിച്ചല്ലോ, ഖുർആൻ ഇത്രയും ഗ്രഹിക്കാനുള്ള കഴിവ്. അള്ളാഹ് നമുക്ക് വഴി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കതിലേക്ക് ഹിദായത്ത് ലഭിക്കുകയില്ലായിരുന്നു, നേർവഴി നാം എത്തുകയില്ലായിരുന്നു. ഖുർആൻ ഗ്രഹിക്കാൻ വേണ്ടിയുള്ള ഈ വേദിയിൽ നമ്മൾ എത്തിപ്പെടില്ലായിരുന്നു. പിന്നെ ചെയ്യേണ്ടത്, ഇതുവരെയും ഈ വേദിയിൽ എത്തിപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഈ വേദിയിലേക്ക് അടുപ്പിക്കുക. ഉടനെ തന്നെ നമ്മുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിക്കും. അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടുവയ്ക്കുക. അവർക്കെല്ലാം വിളിച്ച് പറഞ്ഞ് അവരെല്ലാം ഇതിലേക്ക് ചേർക്കുക. നമ്മൾ സൂറത്തുൽ മുത്തഫിഫിന്റെ അവസാനം വരെയാണ് പഠിച്ചു നിർത്തിയത്. ശരിയല്ലേ? ഇനി നമ്മൾ പഠിക്കേണ്ടത് 37ാമത്തെ ഗ്രൂപ്പിൽ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. 37ാമത്തെ ഗ്രൂപ്പിൽ ഒരാൾ ചേർന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തത്. ഒരാൾ ചേർന്നാ പോരാ, 1000 ആള് ചേർക്കണം. ഒരാൾ ചേർന്നാൽ എവിടെയാവില്ല. ഇത് ഒരുപാട് മനുഷ്യന്മാർ കിടക്കുക. മുസ്ലിങ്ങൾ തന്നെ കുറെ കിടപ്പുണ്ട്, അല്ലാത്തവർ വേറെ കിടപ്പുണ്ട്. അപ്പൊ എല്ലാവരെയും പിടിച്ച് ഇതിനകത്തിടണം. ഒരാളെ, നിങ്ങളുടെ കോണ്ടാക്റ്റിൽ എത്ര ആളുണ്ട്? നിങ്ങളുടെ ഫോണിൽ എത്ര ആളുണ്ട്? 10 ആളേ ഉള്ളോ? 10 ആളുണ്ടെങ്കിൽ ഒരാളെ ചേർത്താൽ ഞാൻ പറയാം ഓക്കെ ശരിയെന്ന്. 10-1
അല്ല, ആകെ 10 വരെ ഉള്ളോ? ആകെ 10 വരെ ഉള്ളോ നമ്മളെ കോണ്ടാക്ട്? അല്ല, കിട്ടണം നമ്മളെ ആൾക്കാരെ കാണുന്നവർ, പരിചയപ്പെടുന്നവരൊക്കെ അല്ല. നിങ്ങൾ 10 പേരെടുത്ത് പറഞ്ഞാല്, മൂന്നി പറഞ്ഞാല് ഒരാള് ഇത് മനസ്സിലാക്കും. മാത്രമല്ല, നിങ്ങളെ വീട്ടിൽ വരുമ്പോൾ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണും. നിങ്ങൾ പഠിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ ഇതൊക്കെ കാണും. അതേപോലെ നിങ്ങളെ മക്കളിൽ അതിൻ്റെ മാറ്റം ഉണ്ടാകണം. നിങ്ങൾ ബന്ധപ്പെടുന്ന മറ്റു ആൾക്കാരിൽ അതിൻ്റെ മാറ്റം ഉണ്ടാകണം. ഇവരൊക്കെ പഠിക്കുന്നുണ്ട്, ഈ ആൾ പഠിച്ച ആളാണ്, അവർക്ക് ഖുർആൻ അറിയാം, ഖുർആൻ വായിച്ചർത്ഥം പറയാനറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പ്രകടിപ്പിക്കാൻ പറ്റണം. ആ ഉചിതമായ സദസ്സുകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലൊക്കെ 5 മിനിറ്റ് 2 മിനിറ്റൊക്കെ, ഒരുപാട് മണിക്കൂറല്ല, 2 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, എനിക്ക് ഇത്ര മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത്ര വർഷം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വർഷങ്ങളോളം, ദശാബ്ദങ്ങളോളം ആയുഷ്കാലമായി പഠിച്ചിട്ട് എവിടെ എത്താത്ത എത്രയോ ആൾക്കാരുണ്ട്. ശരി, സൂറത്തുൽ ഇൻഫിത്താർ, അൽ ഇൻഫിത്താർ എന്നാണ് കേട്ടോ ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന തെറ്റുണ്ട്. സൂറത്തുൽ ഇൻഫിത്താർ. കാരണം അല്ലും ഈ വിളിച്ച് ചേരില്ല. അൽ ഇൻഫിത്താർ എന്ന് പറയുന്നത് ഹംസത്തുൽ വസ്ലാണ്, ഇസ്മുന്റെ പോലെയുള്ള ആണ്. അപ്പൊ അതിന്റെ കൂടെ അൽ ചേർന്നാൽ അൽ ഇൻഫിത്താർ, സൂറത്തുൽ ഇൻഫിത്താർ, അതാണ് അങ്ങനെ പേര് പറയും. ശരി, അതിനു മുമ്പ് നമുക്ക് പറയേണ്ടത്, നമ്മൾ ഇതിനകം ഖുർആനിലെ 80% പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി മാതൃക പേജ് ഇട്ട് തരും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, 80 അല്ല, ചിലപ്പോൾ 90% നമുക്ക് വായിക്കാൻ പറ്റും. നമ്മൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ പുരോഗതി ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അർത്ഥം അറിയാതെ വായിച്ചാൽ എന്ത് സംഭവിക്കും? ഓരോ ദിവസം കഴിയുന്തോറും ഓരോ വാക്ക് നിങ്ങൾ മറന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് മാത്രമേ വായിക്കൂ എന്ന് വിചാരിച്ചാൽ അത്ര കുറച്ച് വായിച്ചാൽ മതി. ചിന്തിച്ചുകൊണ്ട്, ഗ്രഹിച്ചുകൊണ്ട് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ അതിൻ്റെ ക്രിയ ഏതാണ്, ഏത് രൂപമാണ്, ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്, അതിൻ്റെ എന്താ അർത്ഥമായിരിക്കും, ഇതിന് ഒരു കൽപ്പനയാണോ, വിരോധക്രിയയാണോ, പ്രത്യേക കർത്താവാണോ, ക്രിയാധാതുവാണോ, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വായിച്ചാൽ ദിവസം തോറും ഒരു വാക്കെങ്കിലും നിങ്ങൾ പുതിയതായി ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും കേട്ടോ. കാരണം അള്ളാഹ് പറഞ്ഞു, ആ റഹ്മാനും അല്ലമൽ ഖുർആൻ എന്നാണ്. അള്ളയാണ്, റഹ്മാനാണ്, കരുണാമയനാണ്, കാരുണ്യവാനും കരുണാനിധിയുമായവനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മളിനി എന്തൊക്കെ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും അള്ളാഹ് നമുക്ക് അത് എന്ത് ചെയ്യും, അത് വിധിക്കും. അള്ളാഹ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തദറാക്കിയിട്ടുണ്ടാവും. എങ്കിലും മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. അള്ളാഹ് നമ്മൾ അങ്ങോട്ട് പോകും തോറും ഇങ്ങോട്ട് അള്ളാഹ് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, അടിമ ഒരു ചാണിനിലേക്ക് എടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും, ഒരു മുഴമെടുത്താൽ അള്ളാഹ് ഒരു മാറെടുക്കും, അള്ളാഹുലേക്ക് നാം നടന്നെടുത്താൽ ഓടിയെടുക്കും. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി നാം ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും ഖുർആൻ നമ്മുടെ അടുക്കിലേക്ക് വരും എന്നാണ് പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ ഒരു പേജ് എടുത്താൽ ഒരു 100 വാക്കെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു പേജ് എടുത്താൽ 100 വാക്ക് നിങ്ങൾക്ക് അറിയുന്നതായി. 100-150 വാക്കുകളായിരിക്കും ഒരു പേജിലുണ്ടാവുക. ആ പേജിലെ 100 വാക്കും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. 10 ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم. ആറായത്താണ് നിങ്ങളോട് നോക്കുക. ഇൻഫത്തറത്ത് എന്ന ഒരു പുതിയ വാക്കാണ്. വഇദൽ കവാകിബു, കവാകിബു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടിയോ? പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിലും ഇത് ഏതോ ഈ പാറ്റേണിൽപ്പെട്ട ഒരു ബഹുവചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? കവാകിബു, കവാക്കിബ് പാറ്റേണിൽ ആ ഘടനയിൽപ്പെട്ട ഒരു ബഹുവചനം പഠിച്ചിട്ടുണ്ടോ? മസാജിദ്. മസാജിദ്, കവാക്കിബ്. അപ്പൊ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടുത്തം കിട്ടണം. അപ്പോ അതിൽ സമാഹ് 2 വാക്കറിയാം. ഇത വീണ്ടും ഇത വന്നു. ഇൻതസറത്ത് പുതിയ വാക്കാണ്. ഇൻഫത്തറത്ത്, കവാക്കിബ്, ഇൻതസറത്ത് 3 വാക്ക് പുതിയതാണ്. വഇദൽ ബിഹാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
കടൽ. സമുദ്രം. ആ സമുദ്രങ്ങൾ, സമുദ്രങ്ങൾ. ആ ബഹ്റുൻ ബഹുവചനം, ബിഹാറുൻ അതേത് പാറ്റേണിലുള്ള ബഹുവചനമാണ്? സദറുൻ ജബലും ജിബാലുൻ. അത് തന്നെ, ജബലും ജിബാൽ. ജബലും ജിബാലും പഠിച്ചപ്പോൾ നമ്മൾ ബഹ്റുൻ ബിഹാറും പഠിച്ചു. വൈദൽ ബിഹാറും, അപ്പൊ ഇതറിയാം, ബിഹാർ അറിയാം. ഫുജ്ജിറത്ത് പുതിയ വാക്കാണ്. വൈദൽ ഖുബൂർ, ഖുബൂർ അറിയാം. എന്താണ് ഖുബൂർ? ഖബറിൻ ജമ ഖുബൂർ. ഖബറുകൾ. ആ അപ്പൊ അതേത് പാറ്റേണിലുള്ള ബഹുവചനമാണ്? സദറുൻ സുദൂർ. സദറുൻ ആ സുദൂർ. സദറുൻ സുദൂറിൻ പോലെ, സുദൂറിൻ പോലെ ഖുബൂർ, ഖബറുൻ ഖുബൂർ. ഇതിലെ ഖുബൂറു ബുഅസിറത്ത്. ബുഅസിറത്ത് പഠിച്ചിട്ടുണ്ടോ? ഭാഷ പഠിച്ചു. ഉയർത്തുന്നു. ബുഅസിറത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. നല്ലപോലെ അതാണ് നമ്മൾ ഖുർആൻ വായിച്ചു നോക്കണം എന്ന് പറയുന്നത്. ആ ഉയർത്തപ്പെടുക. ഉയർത്തപ്പെടുക. സുഹൃത്തിൽ ആദ്യത്തെ വായിച്ചു നോക്കി രണ്ടോ. അല്ലേ? മുഅ്സിറത്ത് പഠിച്ചിട്ടുണ്ട്. ആ ആ അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചു. ആ ബോഴ്സറ, അവിടെ ബോഴ്സറത്ത് സ്ത്രീലിംഗമായിട്ട് വന്നതേ ഉള്ളൂ. അവിടെ ബോഴ്സറാന്ന് പുല്ലിംഗമായിട്ട് ഉപയോഗിച്ചു. അപ്പൊ എന്താർത്ഥം? ഇളക്കി മറിക്കപ്പെട്ടാൽ. ആ അപ്പൊ ഇതിൽ ഖുബൂർ ബോഴ്സറത്ത് അറിയാം, ഖുബൂർ അറിയാം, ബോഴ്സറത്ത്. അലിമത് നഫ്സുൻ മാ ഖദ്ദമത്. ഖദ്ദമ എന്താ? ഖദ്ദമ പഠിച്ചല്ലോ. മുന്തിച്ചു. ആ മുന്തിച്ചു. ഓൾറെഡി ഡൺ, നേരത്തെ തന്നെ പ്രവർത്തിച്ചു വെച്ചു എന്നാണ്. മുന്തിച്ചു എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വെച്ചത് മാത്രമല്ല, നേരത്തെ റെഡിയാക്കി വെച്ചു, നേരത്തെ തയ്യാറാക്കി വെച്ചു, അല്ലെങ്കിൽ നേരത്തെ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഖദ്ദമ. നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഇന്നുണ്ടാക്കി വെച്ചൊക്കെ കഴിച്ചു തീർന്നു. നാളത്തേക്ക് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ പറയാ? നാളത്തേക്ക് അരി ആട്ടി വെച്ചിട്ടുണ്ട്. എന്നതുപോലെ നാളത്തെ ജീവിതത്തിന് വേണ്ടി എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതാണ് ഖദ്ദമ എന്ന് പറയുന്നത്. എല്ലാം ആകും അത്, എന്തൊക്കെയായിരുന്നാലും. എന്തൊക്കെ നാം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ, തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ച് ചെയ്തിട്ടുണ്ടോ, എല്ലാം അതിൽ വരും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റാണ് അഹറ. എന്തായിരുന്നു? പിന്തിച്ചു. ഖദ്ദമ മുന്തിച്ചു എന്നാണ് ഭാഷാർത്ഥം പറയുന്നതെങ്കിൽ അഹറ പിന്തിച്ചു. ആ പിന്തിച്ചു. അപ്പൊ ഖദ്ദമയുടെ ഓപ്പോസിറ്റ് ആണ് അഹറ. ഖദ്ദമത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പറയുമ്പോൾ അഹറത്ത് പറയണം. ഖദ്ദമ പുല്ലിംഗമാണ് പറയുന്നതെങ്കിൽ ഓപ്പോസിറ്റ് പറയുന്നത് അഹറ. ഖദ്ദമ മുന്തിച്ചു, അഹറ പിന്തിച്ചു. പിന്തിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ചെയ്യാതെ വിട്ടു. ചെയ്യാതെ വിട്ടു എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് വിട്ടതും ചെയ്യാതെ വിട്ടതും ഒക്കെ ഉണ്ട് അതിനകത്ത്. ചെയ്യാത്തതും ഉണ്ടാകും, ചെയ്തിട്ട് വിട്ടതും ഉണ്ടാകും. അഹറത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഖദ്ദമ മുന്തിച്ചു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡൺ. അഹറ എന്ന് പറഞ്ഞാൽ നോട്ട് യെറ്റ് ഡൺ. അല്ലേ? ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പിന്നോക്കം വെച്ച കാര്യങ്ങൾ അഹറയിൽപ്പെട്ടതാണ്. പിന്നെ ഒരു അഹറയും കൂടെ ഉണ്ട്. ചെയ്തതിൻ്റെ കോൺസിക്വൻസ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അടയാളങ്ങളുണ്ടാവും, അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാവും. അതും എന്താണ്? അഹറയാണ്. പിന്തിപ്പിച്ചതാണ്. പിന്തിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവിടെ വിട്ടേച്ച് പോയത് എന്നാണ്. ചെയ്യാതെ വിട്ടേച്ച് പോയതും ചെയ്തതിൻ്റെ അടയാളം വിട്ടേച്ച് പോയതും അഹറയിൽപ്പെട്ടതാണ്. അത് മനസ്സിലാകണമെങ്കിൽ സുഹൃത്ത് യാസിൻ്റെ ഒരു സ്വത്തുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞു? ഖദ്ദമു, അവരെന്താണോ മുന്തിച്ചത് അതിനെ നാം രേഖപ്പെടുത്തും. വനക്തുബു മാ ഖദ്ദമു,
എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓപ്പോസിറ്റ് അവിടെ എന്ത് പറഞ്ഞു? ആസാറഹും. അസറുൻ അടയാളം, ആസാറ് അടയാളം. അപ്പം അവർ മുന്തിച്ചതും നേരത്തെ ചെയ്തു വെച്ചതും അതിന്റെ അടയാളങ്ങളും നാം രേഖപ്പെടുത്തും. ഇപ്പം നമ്മൾ ചെയ്തിട്ട് പോയതിന്റെ അടയാളങ്ങളുണ്ട്. ചെയ്തതിന്റെ അടയാളം. ഒരു പണി ചെയ്തു, ആ പണിയുടെ അടയാളം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അണ്ടർസ്റ്റാൻഡ് ഖുർആൻ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കി വെച്ചു, അല്ലേ? അതിന്റെ അടയാളം എവിടെ ഉണ്ടാവും? ഇവന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യൂട്യൂബ് ആയിരുന്നാലും ഇന്റർനെറ്റ് ആയിരുന്നാലും ആ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പൊ എന്താണ് അത്? ആ ഖദ്ദമു കഴിഞ്ഞിട്ട് അഖറു, വിട്ടേച്ച് പോയ സംഗതിയാണ്. അത് അവിടെ തന്നെ ഉണ്ടാവും, കാലാകാലം അവിടെ തന്നെ ഉണ്ടാവും. ആരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ കളഞ്ഞാലും ബാക്കി കുറേ സംഗതികളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പം നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കി, അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി, കുറെ ടീച്ചർമാരുണ്ടാക്കി. ആ ടീച്ചർമാർ വേറെ കുറെ ആൾക്കാരെ പഠിപ്പിച്ചു. എല്ലാം എന്തുണ്ടാവും അവിടെ? അഹ്റ എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ പെടും. ഇനി അത് ഒരു മോശമായ കാര്യമാണ് ചെയ്ത് പഠിപ്പിച്ചെങ്കിലോ അതുണ്ടാവും. അതിനാണ് ഖദ്ദം എന്നാണ്, മാ ഖദ്ദം വ ആസാറഹും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, താൻ ചെയ്തു വെച്ചതും ചെയ്യാതെ പോയതും ചെയ്തതിന്റെ അടയാളങ്ങളും അവൻ അവിടെ അറിയും. എന്നിട്ട് പറയും യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ. അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹ അറിയാമല്ലോ. എന്താ പറഞ്ഞു യാ അയ്യുഹ പറഞ്ഞു? അല്ലയോ മനുഷ്യ. അല്ലയോ യാ അയ്യുഹ. യാ അയ്യുഹ ഏതൊക്കെ രീതി വന്നിട്ടുണ്ട്? യാ മാത്രം വരും. മാത്രം വന്നാലും അല്ലയോ. അയ്യുഹ മാത്രം വരും. അയ്യുഹ മാത്രം വരും. യാ മാത്രം വരും. യാ അയ്യുഹ. യാ മാത്രം വന്ന ഒരു ഉദാഹരണം പറഞ്ഞു. യാ റബ്ബൽ ആലമീൻ. യാ റബ്ബൽ ആലമീൻ. ആയത്ത് മനസ്സിലാവണം ഏതായത്താണോ. യാ റബ്ബൽ ആലമീൻ എല്ലാവരും പറയുന്നുണ്ട്. ആയത്ത് മനസ്സിലാവും. അപ്പൊ അവിടെ അയ്യത്ത് കണ്ടു. യാ അഹ്ലൽ കിതാബി. യാ അഹ്ലൽ കിതാബ്. മാഷാ അല്ലാഹ്. യാ അഹ്ലൽ കിതാബ് യാ ഹാറൂനു, യാ ഉഖ്ത ഹാറൂന, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക ഇംറഅ സൗഇൻ, യാ നൂഹു, യാ നൂഹു. അങ്ങനെ പല സ്ഥലങ്ങളിലും യാ മാത്രം പറയുള്ളൂ, അയ്യുഹ മാത്രം പറയുള്ളൂ. തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന, അയ്യുഹൽ മുഅ്മിനൂൻ. അതേപോലെ യാ അയ്യുഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക. ഓക്കെ, ഗർറ പുതിയ വാക്കാണ്. നമുക്ക് പരിചിതമായ വാക്കുമായി ബന്ധപ്പെട്ട ആയത്താണുകളാണ് ഞാൻ വിശദീകരിച്ചത്. ഗർറക പുതിയ വാക്ക്. റബ്ബുക അൽ കരീം. കരീം എന്ന് പറഞ്ഞാൽ കരീമിന്റെ രണ്ടർത്ഥം. മാന്യം എന്നർത്ഥമുണ്ട്. അതേപോലെ ഔദാര്യവാൻ എന്നർത്ഥം. മാന്യന്മാരുടെ ഒരടയാളം. മാന്യന്മാരെന്ന് പറഞ്ഞാൽ ഒന്നും ആരും ചോദിച്ചാൽ അനങ്ങാതെ പോകുന്നതല്ല മാന്യന്മാർ. ചോദിച്ചാൽ ഉദാരമായി കൊടുക്കുന്നവനും ഈ കരീമിൽപ്പെട്ടതാണ്. കരീം എന്ന് പറഞ്ഞാൽ ഔദാര്യവാൻ എന്ന അർത്ഥമുണ്ട്, അതേപോലെ മാന്യൻ എന്ന അർത്ഥമുണ്ട്. ഇവിടെ എന്താണ്? മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ, എല്ലാം വാരിക്കോരി തരുന്നവനായ എന്നർത്ഥം. ഓക്കെ, ആദ്യം ഒരു ഇദസ്സമാഉ ഇൻഫതറത്. ഇദസ്സമാഉ ഇൻഫതറത് എന്നാണ്. അത് അമ്മായതുകൊണ്ട് ഇദസ്സമാഉ ഇൻഫതറത്. സമാഉ ഇൻഫതറത്. ഇൻഫതറത് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിടാം. അങ്ങനെയല്ല പറഞ്ഞത്. ലമ്മ ആയതുകൊണ്ട് ഊ ചേർത്തിട്ടാണ് പറയേണ്ടത്. ഇത് സമാ ഊ ലമ്മല്ലേ അവിടെ സമാ. അതായത് ഇൻഫത്തറത്ത് എന്ന് പറയുന്ന അലിഫ് എന്താണ്? അലിഫ് ഉച്ചാരണം ചേർത്ത് വരുമ്പോൾ ഉച്ചാരണം ഇല്ലാത്ത അലിഫാണ്. അങ്ങനെ വരുമ്പോൾ അതിന് മുമ്പുള്ള വാക്കിന്റെ അടയാളം, അവസാനത്തെ അടയാളം എന്താണോ അത് കൂടി ചേർത്ത് ഇങ്ങോട്ടല്ലേ വായിക്കുക. രണ്ട് ലമ്മൊന്നുമില്ല അവിടെ. ഒരു ലമ്മല്ലേ ഉള്ളൂ. ഇൻഫത്തറത്തിന്റെ ഈ അങ്ങ് പോകും. ഈ അങ്ങ് പോയാൽ പിന്നെ എന്തായി? സമാഉവിന്റെ ലമ്മും പിന്നെ നൂനിന്റെ സുക്കൂനാണ് പറയുന്നത്.
നൂന്റെ സുക്കൂന് ശേഷം ഫ വന്നതുകൊണ്ട് മറച്ച് മണിക്കണം. മണിച്ചാൽ മാത്രം പോരാ, നൂനിനെ മറച്ച് മണിച്ചു കുത്തിരിക്കും. ഫായുടെ സ്വരസാദൃശ്യത്തിലേക്ക് മറയ്ക്കണം. സ്വരസാദൃശ്യത്തിലേക്ക്, അടുത്ത അക്ഷരത്തിന്റെ സ്വരസാദൃശ്യത്തിലേക്ക് പോകണം. പൊട്ടി പിളർന്നു. ഇൻഫത്തറത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടി പിളർന്നു. പറയാൻ കാരണം സമാ സ്ത്രീലിംഗമാണ്. സമാ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഇൻഫത്തറത്ത്, അത് പൊട്ടിപ്പിളർന്നു. ആകാശം പൊട്ടിപ്പിളർന്നാൽ അല്ലെങ്കിൽ പിളരുമ്പോൾ, ഇതാ നമുക്കറിയാം ഭാവിയിൽ വരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ്. ഭാവിയിൽ വരുന്ന ഈ സന്ദർഭം ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കും. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ലോകം അതായത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ പൊട്ടിപ്പിളരുന്ന സംഭവം ലോകം അവസാനിക്കുന്ന സന്ദർഭമായിരിക്കും. അതിനെ ഉണർത്തിക്കൊണ്ടാണ് ഖുർആനിലൂടെ പറയുന്നത്. ഇതിൽ കവാക്കിബു, അങ്ങനെ ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ കവാക്കിബ്, കൗക്കബുന്റെ ബഹുജനമാണ് കവാക്കിബ്. കൗക്കബുൻ, നക്ഷത്രങ്ങൾ. കൗക്കബ് നക്ഷത്രം, കവാക്കിബ് നക്ഷത്രങ്ങൾ. കൗക്കബുൻ ജമഹു കവാക്കിബു. അപ്പൊ മസാജിദ് പോലെ വന്നാൽ കവാക്കിബിന് എത്ര ലമ്മുണ്ട്? ഒരു ലമ്മ്. തൻവീനില്ല, മസാജിദ് രൂപമായിരുന്നു. ഇതിൽ കവാക്കിബുൻതസറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്താൽ ഇൻതസറ, ഉതിർന്നു വീണു. അവിടെ പിടുത്തം നേരത്തെ ഇപ്പൊ എന്തുണ്ട്? ഒരു പിടുത്തമുണ്ട്. അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു? ബിഗൈരി അമദിൻ തറൗനഹ, നമുക്ക് കാണാൻ പറ്റാത്ത ചില തൂണുകൾ കൊണ്ട് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യും? ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഇൻതസറ, അതെല്ലാം ഉതിർന്നു വീഴും. അങ്ങനെ നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴുന്ന സന്ദർഭം. അപ്പൊ നമുക്കറിയാം, എണ്ണിത്തീരാത്ത അത്ര നക്ഷത്രങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ആ നക്ഷത്രങ്ങളെല്ലാം കൂടി ഭൂമിയിലേക്ക് ഇങ്ങനെ വീഴുന്ന അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അങ്ങനെ വീഴുന്ന സന്ദർഭം അഥവാ ലോകാവസാനത്തിന്റെ മറ്റൊരടയാളം. ഇൻഫത്തറത്ത്, ആകാശം പൊട്ടിപ്പിളരും. അതേപോലെ മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം മുതിർന്ന് താഴേക്ക് വീഴും. ദസറ. വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, അടുത്ത സംഭവം എന്താ? ബിഹാറു, കടലുകൾ, ഫുജ്ജിറത്ത്, പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ. ഫജ്ജറ, പൊട്ടി ഒഴുകി. ഫജ്ജറ, ഫുജ്ജിറ. പൂർണ്ണക്രിയ ഇനശ്വറയാണോ ഇൻഷറാണോ? എന്താണ്? ഇൻഷറാന്റെ പൂർണ്ണക്രിയ ഇൻഷറായാണോ? ഏതായത്തില്? അല്ല, തസറത്ത്. ഉതിർന്നു വീണു, ഒഴിഞ്ഞു വീണു, പരന്നു വീണു എന്നൊക്കെ പറയാം. വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, ഫജ്ജറ പൊട്ടിപ്പിളർന്നു, ഫുജ്ജിറ പൊട്ടി പിളർത്തപ്പെട്ടു. അങ്ങനെ കടൽ പൊട്ടി പിളർന്നാൽ എന്താവും? അത് പല ഭാഗത്തേക്ക് വെള്ളം ഒഴുകും. അങ്ങനെ കടലുകൾ പൊട്ടി ഒഴുക്കപ്പെട്ടാൽ വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, വൈദൽ ഖുബൂറു ബുഅ്സിറത്ത്. ഇതെല്ലാം കഴിയുമ്പോഴാണ് പിന്നീട് ഖുബൂറു ബുഅ്സിറത്ത്, ഖബറുകളെല്ലാം എന്താവും? ഇളക്കി മറിക്കപ്പെടും. വൈദൽ ഖുബൂറു ബുഅ്സിറത്ത് എന്ന് പറഞ്ഞല്ലോ. വൈദൽ ഖുബൂറു ബുഅ്സിറത്ത് ആദ്യത്തിൽ എന്താ പറഞ്ഞത്? അതാണ് ആദ്യത്തിൽ പറഞ്ഞത്.
إذا بعثر ما في ആദ്യം القبور. ഇതാ ബഅസിറ മാ ഫിൽ ഖുബൂർ. ഉം. ഫലാ യഅലമു ഇദാ ബഅസിറ മാ ഫിൽ ഖുബൂർ. ഖബറുകളിലുള്ളത് ഇളക്കി മറിക്കപ്പെടുമ്പോൾ അതേപോലെ തന്നെയാണ് ബുഅസിറ. ഇതിൽ ഖുബൂറു ബുഅസിറത്ത്, അവിടെ പറഞ്ഞത് ഖബറുകളിലുള്ളത് ഇളക്കി മറിക്കപ്പെട്ടാൽ, അതുകൊണ്ടാണ് അവിടെ മാഫിൽ ഖുബൂർ ബുഅസിറ എന്ന് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വൈദൽ ഖുബൂറു ആണ് ഇവിടുത്തെ കർത്താവായിട്ട് വന്നിരിക്കുന്നത്, കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ബഹുവചനം കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ബുഅസിറത്ത് എന്ന് സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു, ബുഅസിറത്ത്. അപ്പൊ എന്താവും? അത് കീഴ്മേൽ മറിക്കപ്പെടുക അല്ലെങ്കിൽ ഇളക്കി മറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഖബറുകളെല്ലാം എന്റെ കൂടാന കർത്താവ് കർത്താവിന്റെ സ്ഥാനത്ത് വന്നത്. കർത്താവിന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുന്നു. ഇളക്കി മറിച്ചു എന്നല്ല. ഇളക്കി മറിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ ഇളക്കി മറിച്ചത് ആര്, അങ്ങനെ ഇളക്കി മറിച്ച ഒരാളുണ്ടാവും. ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റെ സ്ഥാനത്താണ് വരിക. പണി ചെയ്ത ആളവിടെ പറയുന്നില്ല. പക്ഷെ അറബി ഭാഷയിൽ ആ കർത്താവിന്റെ അടയാളം ആ കർമ്മത്തിന് കൊടുക്കും. അപ്പം ബുസിറത്തിന് ഈ കുബൂറിന്റെ ഖുബൂറിലെ ലമ്മ എന്താണ്? ബുഅസിറത്ത്. ഖുബൂറിലെ ലമ്മ കർത്താവിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് ഖുബൂറിന്റെ ലമ്മ വന്നത്. ബുഅസിറത്ത് ഇളക്കി മറിക്കപ്പെട്ടു. എന്ത് ഇളക്കി മറിക്കപ്പെട്ടു? ഖബറുകൾ ഇളക്കി മറിക്കപ്പെട്ടു. അപ്പോ ഇളക്കി മറിച്ചത് ആര് എന്ന് പറയുന്നില്ല, മറിച്ച് എന്തിനെയാണ് എന്താണ് ഇളക്കി മറിക്കപ്പെട്ടത് അതിനെ പറയുമ്പോൾ നമ്മൾ കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞല്ലോ. നസറ സഹായിച്ചു, നുസിറ സഹായിക്കപ്പെട്ടു. അപ്പൊ നസറ എന്ന് പറഞ്ഞാൽ നസറ അല്ലാഹുൽ മുഅ്മിന, അള്ളാഹ് സത്യവിശ്വാസിയെ സഹായിച്ചു. അപ്പൊ അള്ളാഹ് എന്ന പദം അവിടെ ഒഴിവാക്കി പറഞ്ഞാൽ നുസിറൽ മുഅ്മിനു എന്ന് പറയും, വിശ്വാസി സഹായിക്കപ്പെട്ടു. അപ്പോ അൽ നുസിറ അൽ മുഅ്മിനു, മുഅ്മിൻ എന്ത് ചെയ്തു? ലമ്മാണ് കൊടുത്തത്. അപ്പോ കർത്താവിന്റെ അടയാളം കർമ്മത്തിന് കൊടുക്കും. കർത്താവ് പറയപ്പെട്ടിട്ടില്ലെങ്കിൽ കർത്താവിന്റെ വമ്മത്ത് കർമ്മത്തിന് കൊടുക്കുക, കർമ്മത്തിന് കൊടുക്കും. അത് ലമ്മത്ത് ആർക്കെങ്കിലും കൊടുക്കണം. കർമ്മത്തിന് വമ്മ വരുമോ? അപ്പൊ കർമ്മത്തിന് ലമ്മത്ത് കൊടുക്കും. കർമ്മണി പ്രയോഗമാകുമ്പോൾ ആദ്യത്തെ കർമ്മത്തിന് കർത്താവിന്റെ അടയാളം കൊടുക്കും. അതുകൊണ്ടാണ് കർത്താവിന്റെ സ്ഥാനത്തെന്ന് പറയുന്നത്. കേട്ടോ? എന്തോ മനസ്സിലാവില്ല, എന്താണെന്ന് അറിയില്ല. ഇളക്കി മറിച്ചു എന്ന് പറയുമ്പോൾ ആള് ആരാണെന്ന് പറയണം അല്ലേ? ഇളക്കി മറിച്ചത് ആര്? ഖബറുകളെ ഇളക്കി മറിച്ചു എന്ന് പറഞ്ഞാൽ ഇളക്കി മറിച്ചത് ആര് എന്ന് ചോദിക്കും. ആരെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഖബറുകൾ ഇളക്കി മറിക്കപ്പെട്ടു എന്നേ പറയുള്ളൂ. അപ്പോ അങ്ങനെ വരുമ്പോൾ ഖബറുകളെ ഇപ്പൊ ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, നസറ അല്ലാഹുൽ മുഅ്മിന എന്ന് പറഞ്ഞപ്പോൾ നസറ അല്ലാഹു അൽ മുഅ്മിന, നസറ സഹായിച്ചു. ആര് സഹായിച്ചു? അള്ളാഹ് സഹായിച്ചു. അപ്പോ അള്ളാഹ് എന്ന നാമത്തിന് കർത്താവിന്റെ അടയാളമായ ലമ്മത്തുണ്ട്. ആരെ സഹായിച്ചു? അൽ മുഅ്മിന, വിശ്വാസിയെ സഹായിച്ചു. അപ്പോൾ അവിടെ കർമ്മത്തിന്റെ അടയാളമായ ഫതഹത്തുണ്ട് മുഅ്മിന്. പക്ഷേ ഇത്രയും ക്ലിയർ ആണ്. പിന്നെ നമ്മൾ പറയാതിരുന്നൊരു സംഭവമാണ് ഇപ്പൊ പറഞ്ഞത്. കർത്താവിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കർമ്മത്തിന് കർത്താവിന്റെ അടയാളം കൊടുക്കണം. ചിലപ്പോൾ ഒരു കർമ്മം ഉണ്ടാവും, ചിലപ്പോൾ ഒന്നിലധികം കർമ്മം ഉണ്ടാവുമല്ലോ. കർത്താവില്ല, പക്ഷെ നമ്മ എവിടെയെങ്കിലും കൊടുക്കണം. എവിടെയെങ്കിലും കൊടുക്കണം. നമ്മ എവിടെയെങ്കിലും കൊടുക്കണം. അപ്പൊ കർമ്മമാണ്. ബഅസറൽ മലായികതു അൽ ഖുബൂറ, ബഅസറത് അൽ മലായികതു അൽ ഖുബൂറ.
മലക്കുകൾ ഖബറുകളെ ഇളക്കി മറിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കർത്താവുണ്ട്. പക്ഷെ അപ്പൊ ഖുബൂറ എന്ന് കർമ്മത്തിന്റെ അടയാളമായ ഫത്തഹത്തെ കൊടുക്കുള്ളൂ. അപ്പൊ മലായിക്കത്ത് പറഞ്ഞിട്ടില്ല ആരാണ് ഇളക്കി മറിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴെന്ത് ചെയ്യണം? ബുഅ്സിറ എന്ന് പറയും. ബഅ്സറ എന്ന് പറയുന്നതിന് പകരം ബുഅ്സിറ എന്ന് പറയും. ബഅ്സറ ഇളക്കി മറിച്ചു, ബുഅ്സിറ ഇളക്കി മറിക്കപ്പെട്ടു. അപ്പൊ ഇളക്കി മറിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കർത്താവ് ഉണ്ടാവുകയില്ല. അപ്പോൾ കർമ്മത്തിന് കർത്താവിന്റെ അടയാളം കൊടുക്കണം. അതുകൊണ്ടാണ് കർത്താവിന്റെ സ്ഥാനത്ത് വന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പറയാ, അപ്പൊ കർത്താവിന്റെ ഇവിടെ പ്രതിനിധിയെ. അപ്പൊ ഇവിടെ കുബൂർ എന്നുള്ളത് കർമ്മവും ബൂസിറത്ത് അപ്പം ക്രിയയും കർമ്മണി ക്രിയയും. പ്രയോഗത്തിലുള്ള ക്രിയയും. അപ്പൊ ക്രിയ അല്ല, കർത്താവ് മുൻകടന്നപ്പം ക്രിയ അങ്ങനെയല്ല എന്തോ അങ്ങനെയല്ല. കർത്താവ് മുൻകടന്നപ്പോ ക്രിയ എന്ത് വന്നു? ഏകോചനത്തിൽ വന്നു. അങ്ങനെ ഒന്നും പഠിച്ചില്ലല്ലോ. കർത്താവ് മുൻകടന്നപ്പോ ക്രിയ ഏകോചനം. സ്ത്രീലിംഗം വരാൻ എന്താ കാരണം? കർത്താവ് മുൻകടന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. ക്രിയ മുൻകടക്കുമ്പോഴാണ് ക്രിയ ഏകോചനത്തിൽ വരുന്നത്. ഇവിടെ എന്താണ്? ഖുബൂർ വന്നപ്പോൾ ഖുബൂർ ബഹുവചനമാണ്, ബുഅ്സിറത്ത് എന്നാൽ സ്ത്രീലിംഗ ഏകോചനം വന്നാണ്. ക്രിയ ലാസ്റ്റും കർത്താവ് ആദ്യം വരുന്ന പതി അല്ല കർമ്മം. അതെ, അങ്ങനെയല്ല. അതുകൊണ്ടല്ല കർമ്മണി പ്രയോഗം എന്ന് പറയുമ്പോൾ കർത്താവിനെ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയാം. നസറല്ലാഹു അൽ മുഅ്മിന എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വാസിയെ സഹായിച്ചു. അപ്പോ കർത്താവിനെയും പറഞ്ഞിട്ടുണ്ട്, കർമ്മത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് എന്ന വാക്ക് അവിടെ നിന്ന് ഒഴിവാക്കിയാൽ കർത്താവിനെ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? നുസിറൽ മുഅ്മിനു എന്ന് പറയാം. നസറ എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കർത്താവിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നസറ എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നുസിറ എന്ന വാക്ക് ഉപയോഗിക്കാം. നുസിറൽ മുഅ്മിനു, നുസിറൽ മുഅ്മിനു എന്ന് പറയാം. മനസ്സിലായി. അപ്പൊ അതേപോലെ അൽ ഖുബൂറു ബുഅ്സിറത്ത്. പിന്നെ ഇവിടെ ഇതാ വന്നത് കൊണ്ടാണ് ഇതൽ ഖുബൂറു ബുഅ്സിറത്ത്. ബഹുവചനം. ആദ്യത്തിൽ വന്നപ്പോ ബുഅ്സിറ ആദ്യം പറഞ്ഞല്ലോ, ബുഅ്സിറ മാ ഫിൽ ഖുബൂർ എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? ഇതിൽ ഖുബൂറു ബുഅ്സിറത്ത്. അപ്പൊ ഇവിടെ ഖബറുകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഖബറുകൾ തന്നെയും ഇളക്കി മറിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഖബറ് പരിപാവനമായി നമ്മൾ വളരെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മൃതദേഹങ്ങൾ മറമാടുന്നത്. ആ മറമാടപ്പെട്ട മൃതദേഹങ്ങൾ പുറത്തെടുക്കപ്പെടും, ഇളക്കി മറിക്കപ്പെടും. അപ്പം പിന്നെ കടല് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ ഖബർ. അത് ക്രമമൊന്നും പറയുന്നില്ല. കാരണം ഖിയാമത്ത് നാളാണ്. ചിലപ്പം ഏതും ആദ്യം സംഭവിക്കാം. ഖിയാമത്ത് നാളാണ്. എല്ലാം ആകെ താറുമാറാവുകയാണ്. നിയന്ത്രണങ്ങൾ മറ്റൊരു നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്. താറുമാറായെന്ന് നമുക്ക് പറഞ്ഞാൽ അള്ളാഹ് അതിനെ മറ്റൊരു ക്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഖബറ് കടല് പൊട്ടി ഒഴുകിയതിന് ശേഷവുമാകാം, മുമ്പുമാകാം. ഇവിടെ ആദ്യം പറഞ്ഞത് കൊണ്ട് ആദ്യം കടല് പൊട്ടി ഒഴുകി എന്ന് പറയാം. പിന്നീട് ഖുബൂർ ബുഅ്സിറത്ത്. അപ്പൊ ഖുബൂർ ബുഅ്സിറത്ത് എന്ന് അവസാനം പറയാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇതിൽ ഖുബൂർ ബുഅ്സിറത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ലോക ആരംഭം മുതൽ അവസാനം വരെയുള്ള അന്ന് വരെ മൃതദേഹങ്ങൾ മറമാടപ്പെട്ടിട്ടുണ്ട്. ആ മറമാടപ്പെട്ട മൃതദേഹങ്ങളെല്ലാം പുറത്തേക്ക് വരും. അപ്പൊ ആ മൃതദേഹം രണ്ട് ഘടനയാണ്. ഒന്ന്, ആ കുഴിമാടങ്ങളെല്ലാം ഇളക്കി മറിക്കപ്പെടുകയും അത് മറ്റൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും എന്നതാണ് ഒന്ന്. രണ്ടാമത്, അവയെല്ലാം എന്ത് ചെയ്യും? ഖബറുകളിലുള്ളതെല്ലാം പുറത്തു വന്ന് അതിനെല്ലാം ജീവനുണ്ടാകും. അപ്പൊ എന്താകും? അന്ന് വരെ ലോകം അവസാനിച്ചതിന് ശേഷം പിന്നീട് ഖിയാമത്ത് നാളെ സംഭവിക്കും. അതുമാകാം. ഖുബൂറു ബുഅ്സിറത്ത്. ആദിയാത്തില് പുല്ലിംഗം വരാൻ കാരണം എന്താ? ആദിയാത്തിൽ പുല്ലിംഗം പറഞ്ഞിരിക്കുന്നത് അവിടെ വന്നപ്പോഴത്തേക്ക്
സിറ ഇളക്കി മറിക്കപ്പെട്ടാൽ എന്താണ് ഇളക്കി മറിക്കപ്പെടുന്നത്? മാ ഒന്ന് ഇളക്കി മറിക്കപ്പെട്ട. അപ്പൊ മാ എന്താണ്? പുല്ലിംഗമായിട്ടാണ്. ഫിൽ ഖുബൂർ ഖബറിലുള്ളതായ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാന്ന് പറഞ്ഞാൽ എന്തൊന്ന് അപ്പൊ പുല്ലിംഗും എന്തൊന്ന് സ്ത്രീലിംഗമായിട്ട് അത് പുല്ലിംഗമായിട്ടും സ്ത്രീലിംഗമായിട്ടും വരും. ഇപ്പൊ ഇവിടെ ക്രിയ എന്ത് ചെയ്തു? ക്രിയ പുല്ലിംഗമായിട്ട് ഉപയോഗിച്ചു. അതേസമയം ഇവിടെ ഖബറുകളെ നേരിട്ട് തന്നെയാണ് പരാമർശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഖുബൂറു ഉപയോഗിച്ചത് സ്ത്രീലിംഗം ഉപയോഗിച്ചു. ഓക്കെ. ഫജ്ജറ പൊട്ടിച്ചൊഴുക്കി, ഫുജ്ജിറ പൊട്ടിച്ചൊഴുക്കപ്പെട്ടു. അതേപോലെ ഇവിടെ ബിഹാർ ബഹുവചനമായതുകൊണ്ടാണ് ഫുജ്ജിറത്ത് എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചത്. ബഹ്റും ബിഹാറും പറഞ്ഞു, ഖബറും ഖുബൂറും പറഞ്ഞു. ബഹുവചനാവുമ്പോ സ്ത്രീലിംഗ ബഹുവചനമാകുമ്പോൾ സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുല്ലു ജംഇൻ മുഅന്നസുൻ എന്നാണ്. കുല്ലു ജംഇൻ മുഅന്നസുൻ. എല്ലാ ബഹുവചനങ്ങളും സ്ത്രീലിംഗമാണ്. അത് പറഞ്ഞ ഓർമ്മ ഉണ്ട്, മറന്നുപോയിട്ട് ചോദിച്ചതാ. ഇപ്പൊ ഓർമ്മ ഒന്നല്ല, ഓർമ്മ വരുത്താൻ വേണ്ടിയാണ് ഉസ്താദ് ചെയ്യുന്നത്. അപ്പോ സ്ത്രീലിംഗം പുല്ലിംഗം പുരുഷന്മാരെ പോലും എന്ത് ചെയ്യാം? സ്ത്രീലിംഗ പദം കൊണ്ട് ഉപയോഗിക്കും. തിൽക്കർ റുസുലു എന്ന് പറഞ്ഞില്ലേ? തിൽക്കർ റുസുലു. തിൽക്ക എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? റുസുലോ? പ്രവാചകന്മാർ പുല്ലിംഗമാണ്. റസൂല് റുസുൽ. അപ്പൊ തിൽക്കർ റുസുലു, ആ പ്രവാചകന്മാർ എന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്തു? സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു. തിൽക്ക എന്ന ദാലിക്കർ റുസുലു എന്നല്ല പറഞ്ഞു, തിൽക്കർ റുസുലു എന്ന് പറഞ്ഞു. അങ്ങനെ ഉപയോഗിക്കാം. അറബി ഭാഷയിൽ അങ്ങനെയും ഉപയോഗിക്കാം. അറബികൾ അങ്ങനെ ഉപയോഗിച്ചു. അത് തന്നെ പണ്ടേ ഉള്ള അറബികൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. ഖുർആൻ അതേ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് ഉള്ള അറബികൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. സാഹിത്യകാരന്മാരും കവികളുമൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അറബി സാഹിത്യകാരന്മാരും കവികളുമൊക്കെ ഭാഷാ വിദഗ്ധന്മാരും അതേപോലെ പ്രസംഗ വിദഗ്ധന്മാർ, പ്രഭാഷണ വിദഗ്ധന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ അതേ ക്രമം ഉപയോഗിച്ചിരുന്നു. അതേ ഭാഷയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലിറ്ററേറ്റ് ആണ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരജ്ഞാനിയല്ല, നിരക്ഷരനാണ്. അതേസമയം ഖുർആൻ സാഹിത്യത്തിന്റെ അങ്ങേയറ്റമുള്ള പ്രയോഗങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സാധാരണക്കാരന്റെ ഭാഷയല്ല, അസാധാരണ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിദഗ്ധന്മാരുടെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ആലിമത്ത്. അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം എന്താണ്? ഇതാ, കണ്ടീഷണൽ ഇതായാണ് അല്ലെ? ഇത് സംഭവിച്ചാൽ, ആകാശം പൊട്ടിപ്പിളർന്നാൽ അല്ലെങ്കിൽ പൊട്ടിപ്പിളരുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, കടലുകൾ പൊട്ടിയൊഴുക്കപ്പെട്ടാൽ, കുഴിമാടങ്ങൾ കീഴ്മേൽ മറിക്കപ്പെട്ടാൽ, ആലിമത്ത് അന്നേരം അറിയും. എന്താണ്? ഇതെല്ലാം സംഭവിച്ചാൽ അറിയും. അലിമത്ത് എന്നത് ഫേല് മാവിയാണ്, പൂർണ്ണക്രിയയാണ്. ഇതെല്ലാം സംഭവിച്ചാൽ അറിഞ്ഞത് തന്നെ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്ന തത്വങ്ങളെ ഉറപ്പായും സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്തത്? മാവി ഉപയോഗിച്ചത്. ഉറപ്പായും സംഭവിക്കും, ഇതെല്ലാം സംഭവിക്കും, ഖിയാമത്ത് നാൾ സംഭവിക്കും, അല്ലെങ്കിൽ ലോക അവസാനം സംഭവിക്കും, ലോകം അവസാനിക്കും. അതെല്ലാം എന്താണ്? ഇതാ ഉപയോഗിച്ചിട്ട് മാവിയായിട്ട് പറഞ്ഞു അല്ലേ? എല്ലാം ഉപയോഗിച്ച് മാവിയായിട്ടാണ് ഉപയോഗിച്ചത്. ഇൻതസറത്ത് മാവിയാണ്. അതേപോലെ ഫുജ്ജിറത്ത് എല്ലാം എന്താണ്? നടന്ന് കഴിഞ്ഞ രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷെ എന്താണ്? ഇതാ ഉപയോഗിച്ച്
മാളി എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയ. അതെ പൂർണ്ണ- മല അല്ല കവാക്കിബ് പറഞ്ഞ പൂർണ്ണക്രിയ ആരെങ്ങനെ കൗക്കബല്ലേ പൂർണ്ണ ഇന്തസറത്ത് ഉതിർന്നു വീണു പൂർണ്ണക്രിയ. അപ്പൊ മാളി ഇൻഫത്തറത്തും ഇൻതസറത്തും ഹുജ്റത്തും ബൂസറത്തും ഒക്കെയാണ് എല്ലാം മാവിയാണ്. എല്ലാം ഞാൻ മാവിയാണ്. വിചാരിച്ചു സാവും കവാക്കിബും അങ്ങനെ വരൂലല്ലോ എന്ന് വിചാരിച്ചതാ. ബിഹാറും കുഫറും അതെല്ലാം നാമങ്ങളാണ്. എല്ലാം നാമങ്ങളാണ്. നാമങ്ങളാണ്. ആ. ഇതിൽ ബിഹാറോ ഹുജ്റത്ത്. അപ്പൊ ഇതെല്ലാം പൂർണ്ണക്രിയ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് നടന്നാൽ ഇത് നടക്കും. അന്ന് ഒന്ന് കണ്ടീഷനായിട്ട് പറഞ്ഞു. കണ്ടീഷനായിട്ട് പറഞ്ഞപ്പോഴും മാവിയായിട്ട് അല്ലെങ്കിൽ പൂർണ്ണക്രിയാ രൂപത്തിൽ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഉറപ്പായും ഇത് നടക്കും എന്നാണ്. രണ്ടാമത് അതിൻ്റെ കണ്ടീഷന്റെ ഉപാധിയിൽ എന്ത് വരും? ഉപാധിയുടെ റിസൾട്ട് വരും. ഇത്രയും നടന്നാൽ അലിമത്ത് അറിയും എന്നാണ്. അപ്പൊ അറിയും എന്ന് പറഞ്ഞാൽ അവിടെ പറയട്ടെ അവിടെ എന്ത് ചെയ്തു? പൂർണ്ണക്രിയയായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും നടന്നാൽ ഇത് നടക്കും. ഇത്രയും നടന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഇത് സംഭവിച്ചിരിക്കും, ഉറപ്പായും സംഭവിച്ചിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെയും പൂർണ്ണക്രിയയായിട്ട് ഉപയോഗിച്ചത്. അലിമത്ത് സ്ത്രീലിംഗമായി ഉപയോഗിച്ചു. കാരണം ശേഷം വരുന്ന നാമമാണ് അതിന്റെ കർത്താവ്. നഫ്സുൻ എന്നതാണ് ആ നാമം. നഫ്സ് എന്താണ്? നഫ്സ് സ്ത്രീലിംഗമാണ്. നഫ്സ് സ്ത്രീലിംഗം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ദാഇഖുൻ എന്നല്ല പറഞ്ഞു. ദാഖ രുചിച്ചു. ദാഇഖുൻ രുചിക്കുന്നവൻ. എല്ലാ ആത്മാവും മരണം രുചിക്കും. അതെ, അപ്പൊ നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അലിമത്ത്. അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഖദ്ദമത്ത് വന്നു, പ്രവർത്തിച്ചു വെച്ചത്, മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചത്, അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഹാസ് പുട്ട് ഫോർവേഡ്, നേരത്തെ ചെയ്ത് വെച്ചത് എന്താണെന്നുള്ളത്. ഖദ്ദമത്ത് അവിടെയും നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഖദ്ദമത്ത് എന്ന് വന്നത്. അഖറത്ത് താൻ പിന്തിപ്പിച്ചതും ചെയ്യാതെ വിട്ടേച്ചതും അല്ലെങ്കിൽ ചെയ്തതിൻ്റെ അനന്തരഫലവും എല്ലാം എന്ത് ചെയ്യും? അലിമത്ത്. ആ മനുഷ്യൻ അറിയും. ഓരോ മനുഷ്യനും അറിയും. ഖദ്ദമത്ത് വഅഖറത്ത്. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗർറക. ഗർറ വഞ്ചിച്ചു എന്ന്. ഗർറ വഞ്ചിച്ചു. ഗർറക നിന്നെ വഞ്ചിച്ചത് എന്താണ്? ബിറബ്ബിക നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ. നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചത് എന്താണ് എന്ന് പറഞ്ഞാൽ നിന്നെ ചതിയിൽ അകപ്പെടുത്തിയത് എന്താണ്? നീ എന്തുകൊണ്ട് വഞ്ചിതനായി പോയി? എന്തുകൊണ്ട് നിന്നെ ബിറബ്ബിക്കൽ കരീം ഔദാര്യവാനായ നിനക്ക് വായുവും വെള്ളവും വെളിച്ചവും അതിനും അപ്പുറം താമസിക്കാനുള്ള ഭൂമിയും അതിലും മറ്റുമായ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തന്ന ഇവർ സംവിധാനിച്ചിരിക്കുന്ന പ്രപഞ്ചം അഖിലവും മനുഷ്യന് വേണ്ടിയാണ്. അല്ലെ? ഖലഖ ലക്കും മാ ഫിൽ അർളി. ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. അപ്പൊ അതിൽ അത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നവനായ രക്ഷിതാവിന്റെ റബ്ബ്, ആ റബ്ബിന്റെ കാര്യത്തിൽ നീ എന്തുകൊണ്ട് വഞ്ചിതനായി പോയി? എന്തുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നിനക്ക് കുനിയാൻ കഴിയുന്നില്ല? അതിന് പകരം ആ റബ്ബ് സൃഷ്ടിച്ച മറ്റ് സൃഷ്ടികളെ, നിന്നെപ്പോലുള്ള മറ്റ് സൃഷ്ടികളെ, നീ ഒരു മനുഷ്യനാണ്, അതിനെപ്പോലുള്ള മനുഷ്യന്മാരെ നീ ആരാധിക്കാൻ പാടുണ്ടോ? അല്ല, ആ മരിച്ചുപോയ നിന്നെപ്പോലുള്ള മനുഷ്യന്മാര് മരിച്ചു പോയിട്ട് അതിനെ അവിടെ മറമാടിയിട്ട് ആ മറമാടിയുടെ അടുത്ത് നീ പോയിട്ട് എന്ത് ചെയ്യുന്നു? വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം തെറ്റാണ്! അതിനെയും നിന്നെയും സൃഷ്ടിച്ചവന്റെ അടുക്കലല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അവന്റെ അടുക്കലല്ലേ ഓച്ഛാനിച്ച് നിൽക്കാവൂ? അവന്റെ അടുക്കലല്ലേ കുമ്പിട്ട് നിൽക്കാവൂ? ആ കബറിലോ അല്ലെങ്കിൽ അതുപോലെ സൃഷ്ടിച്ച കല്ലിലോ കല്ലിനെയോ എല്ലിനെയോ പാമ്പിനെയോ മുള്ളിനെയോ കാഞ്ഞിര കുറ്റിയെയൊക്കെ വണങ്ങിയിട്ട് കാര്യമുണ്ടോ? എന്തുകൊണ്ട് നീ വണങ്ങുന്നില്ല? നിന്നെ സൃഷ്ടിച്ച അള്ളാഹയുടെ അടുക്കൽ നീ എന്തുകൊണ്ട് വണങ്ങുന്നില്ല? അതാണ് ചോദിക്കുന്നത്. റബ്ബിക്കൽ കരീം, ഔദാര്യവാനായ. കബറ് കെട്ടിപ്പൊക്കി അതിനെ ആരാധിക്കുക.
ആ എല്ലാം അതിൽ പെട്ടു. ഈ പറഞ്ഞ കാര്യത്തിൽ ബാക്കി എല്ലാം പെട്ടു. ഔദാര്യവാനായ റബ്ബ് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു തന്നിരിക്കുന്നു. ആ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന റബ്ബിനെ ഒഴിവാക്കിയിട്ട് നീ എന്ത് ചെയ്യുന്നു? ആ റബ്ബ് സൃഷ്ടിച്ച മറ്റ് സംഗതികളെ, അത് ഖബറായിരുന്നാലും ഖബറിൽ കിടക്കുന്നവരായിരുന്നാലും മറ്റു മനുഷ്യനായിരുന്നാലും ജീവിച്ചിരുന്നായിരുന്നാലും ജീവിക്കാത്തതായിരുന്നാലും ചേതനമായിരുന്നാലും അചേതനമായിരുന്നാലും കല്ലായിരുന്നാലും മണ്ണായിരുന്നാലും പാമ്പായിരുന്നാലും തേളായിരുന്നാലും പലതിനെയും ആരാധിക്കുന്നുണ്ടോ? ഇതെല്ലാം അതിൽപ്പെടും. അതേപോലെ ആ റബ്ബ് പറഞ്ഞതിനനുസരിച്ച് എന്തുകൊണ്ട് ജീവിക്കുന്നില്ല? അതൊക്കെയാണ് ചോദ്യത്തിന്റെ അർത്ഥം. അതേപോലെ നേരത്തെ അതിന് മുമ്പ് പറഞ്ഞതാണ്, എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം അവിടെ പറഞ്ഞ ഒരു 4-5 വാക്ക്, അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, 5 വാക്ക്. ഈ 5 വാക്കും വളരെ ചിന്തോദ്ദീപകമായ സംഗതിയാണ്. അപ്പോഴാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്താണ് ചെയ്തു വെച്ചത് എന്ന്. ഞാൻ ചെയ്തു വെച്ചത് ഞാൻ എന്ത് പണിയാണ് ചെയ്തത് നമ്മൾ പറയുമല്ലോ. ഞാൻ എന്ത് പണിയാ ചെയ്തത് എന്ന് ആ സമയത്ത് ഖേദിക്കും. ആ സമയത്ത് എന്താണ് നല്ല പണിയാണ് ചെയ്തു വെച്ചതെങ്കിൽ അതിനെക്കുറിച്ച് സന്തോഷിക്കും. മോശമായ പണിയാണ് ചെയ്തു വെച്ചെങ്കിൽ അത് പറഞ്ഞ് ദുഃഖിക്കേണ്ടി വരും. അതേപോലെ അഖറത്ത്, നേരത്തെ ഞാൻ പറഞ്ഞു ചെയ്യാൻ നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്തില്ല, അത് പിന്നീടേക്ക് മാറ്റിവെച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളൊക്കെ മുമ്പേ ചെയ്തു. അതിൻ്റെ ഫലം ഞാൻ ഇപ്പോൾ അനുഭവിക്കും എന്ന് മനസ്സിലാകും. അതേപോലെ അഖറത്തിന്റെ രണ്ടാമതൊരർത്ഥം ഞാൻ പറഞ്ഞു, ചെയ്തു വെച്ചതിൻ്റെ പണിയുടെ അനന്തരഫലം, അതിൻ്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ അത് മുഖേന ഉണ്ടാകുന്ന കോൺസിക്വൻസ്, അത് മുഖേന ഉണ്ടായ പ്രതിഫലനങ്ങൾ, ആ ചെയ്ത പ്രവൃത്തിയുടെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ. ഒരു മോശമായ കാര്യം ചെയ്ത് കാണിച്ചു കൊടുത്തു ജനങ്ങൾക്ക്. അത് കണ്ട് ഞാൻ ചെയ്തത് കണ്ട്, ഓ ഇയാൾ വലിയ ആളാണ്, അതുപോലെ ചെയ്താൽ നമുക്കും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ജനങ്ങൾ ചെയ്തു. അപ്പോൾ ഏതൊരു തിന്മയാണോ കാണിച്ചു കൊടുത്തത് അതൊക്കെ ജനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾ ചെയ്തതിൻ്റെ ഫലം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് മാ ഖദ്ദമത് വ അഖറത്. അതാണ് പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വ നക്തുബു മാ ഖദ്ദമു വ ആസാറഹും. അവർ ചെയ്തു വെച്ചതിൻ്റെയും അതിൻ്റെ അസർ അടയാളങ്ങളും നാം രേഖപ്പെടുത്തും എന്ന് പറയും. അപ്പം അത് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ആ ഒരു ചിന്ത ഉണ്ടാകുക. ലോകം അവസാനിക്കുന്ന സമയത്തിന് മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്തു വയ്ക്കണം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പർ ടൈമിൽ ചെയ്തിരിക്കണം. അതേപോലെ നല്ല മാതൃകകളാണ് കാണിച്ചു വിട്ടു പോകേണ്ടത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എന്ത് മാതൃക ഇവിടെ കാണിച്ചിട്ട് പോകുന്നു, ശേഷം വരുന്ന എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരക്കുട്ടികൾക്ക്, എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ അയൽവാസികൾക്ക്. അപ്പം നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറയും അവർ? കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറയും? ഇന്ന് മരിച്ചു കഴിയുമ്പോൾ എന്ത് പറയും? ഇന്ന് മരിച്ചു കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കബറടക്കും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറയും? പിന്നെ കുറെ ആൾ കഴിഞ്ഞിട്ട് എന്ത് പറയും? പിന്നെ നമ്മളങ്ങ് പോയതിന് ശേഷം പിന്നെ ജനങ്ങൾ എന്ത് പറയും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. ശരി, നമുക്ക് ഇനി പഠിക്കേണ്ടത് നഹ, സഹ പോലുള്ള ക്രിയകളാണ് കേട്ടോ. ഏതെല്ലാം ക്രിയകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്ന് ലിസ്റ്റ് അയച്ചു തരും ഞാൻ. ഇനി വരുന്നത് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ച ക്രിയകളാണ്, പഠിച്ച ഗ്രൂപ്പിലുള്ള ക്രിയകളാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ക്രിയകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാത്തിലും എന്തുണ്ട്? VIP-കളുണ്ട്. നഹ, സഅ, നസിയ, ഗശിയ, ബഗ, ബന, അഫ, വഖ, അത്ത. ഇതിലെല്ലാത്തിലും ദുർബലാക്ഷരമുണ്ട്. അതേപോലെ ഹംസുമുണ്ട്. വഖായില് 2 ദുർബലാക്ഷരമുണ്ട്. അത്തായില് ഒരു ഹംസുമുണ്ട്, അതേപോലെ ദുർബലാക്ഷരമുണ്ട്.
പിന്നീട് അങ്ങോട്ട് അദിന, അത് ഹംസ തുടങ്ങിയ ക്രിയ. പിന്നെ ഹയ്യ, മസ്സ, സൊല്ല പോലുള്ള അതിലും എന്തുണ്ട്? സൊല്ല സബ്ബ ഗ്രൂപ്പാണെങ്കിലും അതിലും എന്തുണ്ട്? ദുർബലാക്ഷരമുണ്ട്. നാദൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ്ഡ് സിലബസിൽ നമ്മൾ നേരത്തെ പഠിച്ച ചില ക്രിയകൾ കൂടി പുതുക്കിയ സിലബസിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകളാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ടേബിൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും, അതിന്റെ വോയിസ് ക്ലിപ്പ് ഇട്ട് തരും. ഇത് അതേപോലെ തന്നെ പറഞ്ഞ് പഠിക്കണം. ഇതിൽ നമ്മൾ എന്നാണ്, ഹദാ യഹ്ദി പോലെയല്ല, മറിച്ച് എന്താണ്? ഇതെന്താണ്? ഇത് മറ്റൊരു പാറ്റേൺ ആണ്. ഇത് ദുർബലാക്ഷരം ഹദാ പോലെ ദുർബലാക്ഷരം വന്നതാണ്. പക്ഷെ യഹ്ദി പോലെയല്ല അതിന്റെ അപൂർണ ക്രിയ. മറിച്ച് എന്താണ്? ഏത്? അതെ. അപ്പൊ വരുന്നത് ഹദാ പോലെ തന്നെയാണ് അതിന്റെ പൂർണ്ണക്രിയ. ഹദാ, ഹദോ, ഹദൈത്ത, ഹദൈത്തും, ഹദൈത്തു, ഹദൈന വരുന്ന പോലെ സഅയ്ന. അപൂർണക്രിയ വരുമ്പോൾ എന്നാണ് വരുന്നത്. എന്ന് വരുന്നതുകൊണ്ട് പ്രയത്നിച്ചു എന്നർത്ഥമുണ്ട്. അതേപോലെ പ്രയത്നിച്ചു, അധ്വാനിച്ചു, ഓടി, അങ്ങനെയാണ് സഅി വരുന്നത്. സഅി സഫാ മർവയ്ക്കിടയിൽ സഅി നടത്തും. ഇത്രയും നേരം എവിടെ പോയിരുന്നു? എന്താ പറഞ്ഞ്? പ്ലാറ്റിനം കഴിഞ്ഞ നമ്മുടെ ഡിപ്ലോമ കഴിഞ്ഞ. പ്ലാറ്റിനം കഴിഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, പ്ലാറ്റിനം കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ ഉണ്ട്, ഡിപ്ലോമ ഫൈനൽ. 8 സമ്മാണല്ലേ? 8 സെം. അപ്പോഴേ 54 ആഴ്ചയാവും. അല്ല, 104 ആഴ്ചയാവും. 52 ആഴ്ചയാണ് ഒരു വർഷത്തിൽ. 2 വർഷമാണ് നമ്മുടെ കണക്ക്. പിന്നെ പരീക്ഷയ്ക്കും ഒഴിവിനും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നത്. ഗ്രൂപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനും പരീക്ഷയ്ക്ക് നമ്മൾ അവധി കൊടുക്കും, അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാൻ വേണ്ടി കൂടുതൽ ക്ലാസ് എടുക്കും. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രയത്നിച്ചു, അധ്വാനിച്ചു. അപ്പോ അവിടെ സഴി ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ പെണ്ണുങ്ങൾ ഓടണ്ട കേട്ടോ. പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുങ്ങൾ നടക്കുകയാണ് കേട്ടോ. ആണുങ്ങളോടും ആണുങ്ങളോടും. കാരണം അന്ന് ഒരു സഹോദരി ഓടിയതിനെ ഓർമ്മിപ്പിച്ചിട്ട് ഇന്ന് ആണുങ്ങളാണ് ഓടുന്നത്. പെണ്ണുങ്ങൾ ഓടണ്ട, പെണ്ണുങ്ങൾ നടന്നാൽ മതി. പെണ്ണുങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ അവിടെ പോയാലും ഓടുന്നത് എന്താണ്? സുന്നത്തിന് വിരുദ്ധമാണ്, നബിചര്യക്ക് വിരുദ്ധമാണ്. ചില പെണ്ണുങ്ങളൊക്കെ ഓടുന്നതാണ്, ആണുങ്ങൾ ഓടുന്ന പോലെ. അങ്ങനെയല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഭാഗത്തൂടി വേഗത്തിൽ പോകണം, വേഗത്തിൽ നടക്കണം, വേഗത്തിൽ നടക്കണം. വേഗത്തിൽ നടന്നാൽ മതി, ഓടണ്ട. ഓടുന്ന മാതിരി നടക്കണ്ട. ഓടുന്ന മാതിരി ചില ആൾക്കാർ ഓടുന്ന മാതിരി നടന്നാലേ ശരിയാവുള്ളൂ വിചാരിക്കും. അങ്ങനെയല്ല, നബി പഠിപ്പിച്ചതുപോലെ ചെയ്യുക എന്നതാണ് പ്രധാനം. അവിടെ ഹാജർ അലൈഹിസ്സലാം ഓടിയെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അത് മാതൃകയാക്കിയിട്ട് ആണുങ്ങളോട് ഓടാൻ പറയും. പെണ്ണുങ്ങൾ പതുക്കെ നടന്നാൽ മതി. പെണ്ണുങ്ങൾ വേഗത്തിൽ നടന്നാൽ മതി. ഓക്കെ. പിന്നെ കൽപ്പന വരുമ്പോൾ ദുർബലാക്ഷരം പോവും. അവിടെ ഇഹ്ദി, ഇഹ്ദു, അല്ല അതേപോലെ എന്ത് പഠിച്ചു നമ്മള്? അല്ലല്ല, വരുമ്പോൾ എന്താണ്? അപൂർണ ക്രിയയിൽ മധ്യത്തിൽ ലമ്മാണ്, ഫത്തഹാണ് വരുന്നത്. എന്നാണ് വരുന്നത്. അതുകൊണ്ട് കൽപ്പന ക്രിയയിൽ റളിയ എർള പഠിച്ചപ്പോ പഠിച്ചായിരുന്നു. റളിയ എർള എന്ന് ഫത്തഹ കൊടുത്തിട്ട് നീട്ടാതെ നിർത്തണം. ഇർള. അതേപോലെ പറയുന്ന പോലെ ലാ തസ്അ, ലാ തസ്ഔ.
ലാ തസ്ഔ. ഇസ്ഔ ഇസ്ഔ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇസ്ഔ ഇസ്ഔ നിങ്ങൾ ഓടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനില്. إذا قضيت الصلاة هذا الأنوب يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا. فاسعوا ഫാ വേറെയാണ്. ഫാ അതിനാൽ അല്ലെങ്കിൽ അപ്പോൾ ഫസ്ഔ നിങ്ങൾ ഓടൂ ഇലാ ദിക്രില്ല അള്ളാഹെ ഓർമ്മിക്കാൻ വേണ്ടി. അതേപോലെ ലാ തസ്ഔ നിങ്ങൾ ഓടരുത്. ലാ തസ്ഔ. സാഇൻ സായി ചെയ്യുന്നവൻ, സായി ചെയ്യുന്നവൻ, അധ്വാനിക്കുന്നവൻ, ഓടുന്നവൻ. സാഇൻ. മസ്അയ്യുൻ ഓടപ്പെടുന്നത്. ഓടപ്പെട്ടതായിരുന്നാലും ഓടപ്പെടുന്നതായിരുന്നാലും കുഴപ്പമില്ല. ഫാത്തിഹൻ തുറക്കുന്നവൻ, മഫ്തൂഹ് തുറക്കപ്പെട്ടത് അല്ലെങ്കിൽ തുറക്കപ്പെടുന്നത് പറഞ്ഞാലും കുഴപ്പമില്ല. സാഇൻ മസ്അയ്യുൻ സഅയ്യുൻ സഅയ്യുൻ. ഓടൽ. സഅയ് നമ്മൾ പഠിച്ചില്ലേ? എവിടെ? ഇന്ന സഅയകും ലശത്ത. ഇന്ന സഅയകും തീർച്ചയായും നിങ്ങളുടെ അധ്വാനം, പ്രയത്നം. സഅയൻ. ഹിയ സഅത്ത്. ഹിയ സഅത്ത് അവൾ അധ്വാനിച്ചു, ഓടി. ഹിയ സഅത്ത്. ഹിയ തസ്അ അവൾ ഓടുന്നു. ഓക്കെ. അതേപോലെ നെഹ നെഹ യൻഹ. നെഹ യൻഹ ഇതേപോലെ തന്നെയാണ് നെഹ യൻഹയും. നെഹ നെഹൗ, നെഹയത്ത് നെഹൈത്തും, നെഹൈത്തു നെഹൈന, യൻഹ യൻഹൗന, തൻഹ തൻഹൗന, അൻഹ നൻഹ. ഇൻഹ ഇൻഹൗ, ലാ തൻഹ ലാ തൻഹൗ. നാഹിൻ മൻഹിയുൻ നഹ്യുൻ നഹ്യുൻ നഹ്യുൻ. ഹിയ നഹത് ഹിയ തൻഹ. അപ്പൊ നഹ യൻഹ സഅ യസ്അ നമ്മൾ നേരത്തെ പഠിക്കാത്ത വേറൊരു ഘടനയിലാണ്. നേരത്തെ പഠിച്ച് നമ്മൾ നഹിയൻ വിലക്കൽ, വിരോധിക്കൽ, വിരോധം. നഹിയൻ. ഓക്കെ. അത് വരെ അറഅയ്തല്ലദീ യൻഹാ. നസിയയാണ്. നസിയ മറന്നു. അല്ല പ്രവേശനം, വിരോധിക്കൽ. എന്ത് പ്രവേശനം? വിരോധം എന്ന് പറയില്ലേ? വിരോധം അല്ലെങ്കിൽ വിരോധിക്കൽ. വിരോധിക്കൽ കേട്ടോ, വിരോധിക്കൽ. നമ്മൾ പറയുന്ന ശത്രുതയുടെ വിരോധമല്ല ഇത്. നഹി വിരോധിക്കൽ, വിലക്കൽ, വിലക്ക്. അതാണ് വിലക്ക്. വിലക്ക് അല്ലെങ്കിൽ വിരോധിക്കൽ അങ്ങനെ അല്ലേ? അതാണ്. വെറുപ്പിന്റെ വിരോധമല്ല. വിരോധിക്കൽ, വിലക്ക്, വിലക്കൽ അങ്ങനെ വരും. ഓക്കെ. അറഅയ്തല്ലദീ യൻഹാ വിലക്കുന്നവനെ, തടയുന്നവനെ, വിരോധിക്കുന്നവനെ നീ കണ്ടില്ലയോ? എന്താണ്? അതെ. അംറുൻ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. യൻഹ അനിൽ മുൻകർ. യഅ്മുറു ബിൽ മഅറൂഫി വയൻഹ അനിൽ മുൻകർ. അല്ല, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. യൻഹൗന അനിൽ മുൻകർ. ആയത്ത് എന്താ? ലുഖ്മാനിലുള്ള ആയത്തല്ലേ ഉസ്താദ്? ലുഖ്മാനിൽ പറയുന്നത് യാ ബുനയ്യ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. വൻഹ അവിടെ ഈ പറഞ്ഞ ഏകവചനമാണ്, ദീർഘം കാണില്ല. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. അനിൽ മുൻകർ. അപ്പൊ നീ വിലക്കണം,
മുജാദിലിൽ വരുന്ന ഇത് ഈ ക്രിയ തന്നെയല്ലേ? സൂറത്തുൽ മുജാദിലയിൽ അതിലും കാണും. എന്താ പറഞ്ഞത്? ജാദലിലായത്തതാ? പുതിയ ആലിമ്രാനിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആലിമ്രാൻ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അലം തറ ഇല്ലല്ലദീന നുഹൂ അനിൻ നജ്വാ അത് അലം തറ ഇലല്ലദീന നുഹൂ അനിൻ നജ്വ. നുഹൂ വിലക്കപ്പെട്ടവർ. അലം തറ ഇലല്ലദീന നുഹൂ വിലക്കപ്പെട്ടവരെ നീ കണ്ടില്ലേ? അനിൻ നജ്വ ഗൂഢാലോചന നടത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അലം തറ ഇലല്ലദീന നുഹൂ. ثم يعودون لما نهوا عنه. ألم تر إلى الذين نهوا على النجوى. ألم تر إلى الذين نهوا വിലക്കപ്പെട്ടവരെ നീ കണ്ടില്ലയോ? അലൻ നജ്വ കൂടിയാലോചന അല്ലെങ്കിൽ ഗൂഢമായി ആലോചന നടത്തുന്നതിനെ കുറിച്ച് വിലക്കപ്പെട്ടവരെ നീ കണ്ടില്ലയോ? സുമ്മ യഊദൂന ലിമാ നുഹു അൻഹു. അവർ വിലക്കപ്പെട്ടതിലേക്ക് എന്ത് ചെയ്യുന്നു? മടങ്ങുന്നു, വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. അതേപോലെ ഈ രണ്ട് ക്രിയകളും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പഠിക്കണം കേട്ടോ, വേഗത്തിൽ പറഞ്ഞു പഠിക്കും. നെഹ 33 പ്രാവശ്യം വന്നിട്ടുണ്ട് ഖുർആനിൽ. അതേപോലെ സഅ 30 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെയൊക്കെ നമുക്ക് എളുപ്പമുള്ള ക്രിയകളാണ് പരീക്ഷയ്ക്കൊക്കെ വന്നത്. അടുത്ത ഇനി വരുമ്പോൾ ദുർബലാക്ഷരം എന്ന ക്രിയകളാണ് വരുന്നത്. ഈ ദുർബലാക്ഷരം എന്ന ക്രിയകൾ പഠിക്കുമ്പോഴത്തേക്ക് ദുർബലന്മാരായി പോകരുത്. എഴുതി പോലെ എഴുതി ഗ്രൂപ്പിലിടണം. എഴുതൽ മസ്റ്റാണ്, നിർബന്ധമാണ്. പട്ടിക എല്ലാത്തിൻ്റെയും പട്ടികകൾ എഴുതി ഗ്രൂപ്പിലിടണം. മുമ്പ് ഇതെല്ലാം എഴുതി ഇങ്ങോട്ട് അയച്ചു തരണമായിരുന്നു. ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് ഒപ്പിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൊജക്ട് വർക്ക് ബുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടാണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നത്. അപ്പം എല്ലാം കൂടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും തിരിച്ചങ്ങോട്ട് അയക്കുന്നതും ഇവിടെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോഴപ്പോഴും എഴുതി ഗ്രൂപ്പിലിടുക. ഗ്രൂപ്പിൽ നോക്കാൻ വേണ്ടി മെൻറ്റർ ഏർപ്പെടുത്തുന്നു കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിന് വേണ്ടിയുള്ള ഒത്തുകൂടൽ സ്വാലിഹായ അമല സ്വീകരിക്കട്ടെ. അതേപോലെ ഈ ഉത്സാഹം എന്നെന്നും നിലനിർത്തട്ടെ. ഖുർആൻ ആശയം ഉൾക്കൊണ്ട് വായിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ അറബി ഭാഷയുമായി അഭേദ്യമായ ബന്ധമുള്ളവരാക്കി മാറ്റണം. അടുത്ത തലമുറ എന്ത് ചെയ്യണം? അറബി പഠിക്കുന്നവരായി മാറ്റണം. നമ്മൾ മലയാളം ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളെപ്പോഴും അറബി ഭാഷ സ്കൂളുകളിലൊക്കെ നമ്മളെ കുട്ടികളെ അറിവ് എടുത്തുകൊണ്ട് പഠിക്കാനുള്ള, ഇപ്പം സെക്കൻഡ് ലാംഗ്വേജ് എന്തായിരുന്നാലും ഒരു ലാംഗ്വേജ് പഠിക്കണം. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് അറബി എടുക്കണം. സെക്കൻഡ് ലാംഗ്വേജ് അറബി എടുക്കണമെങ്കിൽ സ്കൂളിൽ തന്നെ അറബി എടുത്ത് പഠിക്കണം. അപ്പം സെക്കൻഡ് ലാംഗ്വേജ് അറബി എടുക്കുക. പിന്നെ വേണമെങ്കിൽ ഏതെങ്കിലും കാലത്ത് അവൻ തോന്നിയാൽ ആ അറബി ഭാഷയിൽ എന്ത് ചെയ്യാം, പിന്നീട് ഡിഗ്രി എടുക്കാം. ഒരു ഡിഗ്രി എടുക്കുന്നത് വേറൊരു ഭാഷയിലായിരുന്നാലും അല്ലെങ്കിൽ വേറെ വിഷയത്തിലായിരുന്നാലും പിന്നീട് ഈ സെക്കൻഡ് ലാംഗ്വേജ് അറബി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ പിന്നീട് ഗവേഷണം നടത്തി അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ലോകത്ത് നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ പോലും. ലോകത്ത് നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ എന്തായിരുന്നാലും നമ്മൾ അറബിയുമായി അഭേദ്യമായ ബന്ധമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും കൂട്ടുകുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഒക്കെ അറബി ഭാഷയുമായി അഭേദ്യമായ ബന്ധമുള്ളവരും അങ്ങനെ ഖുർആൻ വായിച്ച് മനസ്സിലാക്കി എവിടെ വായിച്ചാലും അതിൻ്റെ ആശയം ഉൾക്കൊള്ളത്തക്ക രീതിയിൽ ഉള്ള ഒരു സമൂഹമാക്കി മാറ്റട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന സമൂഹമാക്കി മാറ്റട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.